അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലപ്പോഴും പല തെറ്റുകളും വളരെ നിസ്സാരമായിട്ട് കാണുന്ന സ്വഭാവം നമ്മിൽ പലവർക്കുമുണ്ട്. ചില തെറ്റുകളൊക്കെ വളരെ ഗൗരവത്തിൽ കാണുമെങ്കിലും ഗൗരവമേറിയ പല തെറ്റുകളും അതിന് അത്ര ഗൗരവത്തിൽ കാണാതെ നിസ്സാരമായി കാണുന്ന ചില സ്വഭാവം അത് നമ്മിലുണ്ടെങ്കിൽ നാം മാറ്റിയെടുക്കണം. കള്ളുകുടി വലിയ തെറ്റാണ്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. വ്യഭിചാരം, ഇത്തരം തെറ്റുകളൊക്കെ നാം വളരെ ഗൗരവത്തിലെടുക്കുകയും തെറ്റായി തന്നെ കാണുകയും ചെയ്യുന്നു. ഒരാൾ നമ്മുടെ നാട്ടിൽ കള്ളു കുടിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ വ്യഭിചരിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും അതുപോലത്തെ തമ്മാടിത്തരം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ പറ്റി നമുക്കെല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. അദ്ദേഹം അത്ര ശരിയുള്ള ഒരു മനുഷ്യനല്ല, അദ്ദേഹം ഒരു തമ്മാടിയാണ്, അദ്ദേഹത്തിൻ്റെ ബുദ്ധി മോശമാണ്, അദ്ദേഹത്തിനെ പറ്റി ആർക്കും നല്ല അഭിപ്രായമില്ല. എന്നാൽ ഇത് പറയുമ്പോൾ കള്ളുകുടിയും വ്യഭിചാരമൊന്നും നിസ്സാരമായി കാണാൻ പാടില്ല. വലിയ തെറ്റാണ്. വ്യഭിചരിച്ചാൽ ദുനിയാവിൽ തന്നെ അവനിക്ക് ധാരാളം ശിക്ഷകൾ കൊടുക്കാനുണ്ട് ഇസ്ലാമിക രാജ്യത്ത്. ആഖിറത്തിലെത്തിയാൽ അവൻ്റെ ശിക്ഷ വളരെ ഭയാനകമാണ്. കള്ളു കുടിച്ചാലും അതുപോലെ തന്നെ. അതുപോലെയുള്ള തെറ്റുകൾ, അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത, അല്ലാഹു തആല നിരോധിച്ച എല്ലാ വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കണം. തെറ്റ് തെറ്റായി തന്നെ കാണണം. എന്നാൽ ഞാൻ പറയുന്നത് ഈ കള്ളുകുടിയും വ്യഭിചാരവും, എന്നാൽ അതിനേക്കാളും വലിയൊരു തെറ്റ് പലപ്പോഴും നാം നിസ്സാരമായി കാണുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. തെറ്റ് തെറ്റായി തന്നെ കാണണം. ബഹുമാനപ്പെട്ട സയ്യിദുന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിൽ ഒരു സ്ത്രീ വന്നു പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ. സയ്യിദുന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു, അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ആ സമയത്ത് പറയുകയാണ്, പ്രവാചകരെ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി. ഞാൻ വല്ലാത്തൊരു തെറ്റ് ചെയ്തു. ആ തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു. ആ തൗബയെ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി അങ്ങ് റബ്ബിനോട് ദുആ ചെയ്യണം. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കരീമാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്, അള്ളാഹുമായിട്ട് വലിയ അടുത്ത അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കൂട്ടത്തിൽപ്പെട്ട മഹാനാണല്ലോ. അതുകൊണ്ട് തന്നെ പറയാണ്, നിങ്ങളൊന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് എൻ്റെ തൗബാനെ ഒന്ന് സ്വീകരിക്കാൻ, എൻ്റെ തെറ്റ് അള്ളാഹു തആല ഒന്ന് മാപ്പ് ചെയ്തു തരാൻ നിങ്ങളൊന്ന് അള്ളാഹുവിനോട് പറയണം. അതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ആ സ്ത്രീയോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, അല്ല പെണ്ണെ, നിങ്ങൾ എന്താണ് തെറ്റ് ചെയ്തത്? മൂസാ നബി അലൈഹി സ്വലാമിനോട് ആ പെണ്ണിൻ്റെ മറുപടി, ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് പറയാൻ മടിയുണ്ട്, എനിക്ക് പറയാൻ നാണം തോന്നുകയാണ്, ലജ്ജയുണ്ട്. എന്നാലും ഞാൻ ചെയ്ത തെറ്റ് അങ്ങയോട് ഞാൻ തുറന്നു പറയുകയാണ്. ഞാൻ വ്യഭിചരിച്ചു പോയി. ആ വ്യഭിചാരത്തിലൂടെ ഞാനൊരു ഗർഭിണിയായി, ഞാനൊരു കുഞ്ഞിനിക്ക് ജന്മം നൽകി. പോരാ, ആ കുഞ്ഞിനെ ഞാൻ കൊല്ലുകയും ചെയ്തു. വല്ലാത്തൊരു തെറ്റ് എൻ്റെ ഭാഗത്ത് സംഭവിച്ചു പോയി. ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ഞാൻ തീർച്ചയായും തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടെ എൻ്റെ ഭാഗത്ത് വന്നത് തെറ്റാണ് എന്ന നിലയ്ക്ക് ഖേദിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. പക്ഷേ എൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ വലിയ ശിക്ഷകൾ റബ്ബിൻ്റെ കോടതിയിൽ ഞാൻ വാങ്ങേണ്ടി വരും. അതുകൊണ്ട് എന്നെ ഒന്ന് ആ തെറ്റിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കുറ്റത്തിൽ നിന്ന് എന്നത് ഒഴിവാക്കി തരണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കേട്ടപ്പോൾ മൂസാ നബി പറയാണ്, പെണ്ണെ, നീ ഇവിടുന്ന് പെട്ടെന്ന് പോകണം. കാരണം എന്താണ് നീ പറഞ്ഞ തെറ്റ്? നീ ചെയ്ത തെറ്റെന്താണ്? വ്യഭിചാരമോ? സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാമിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെണ്ണിനോട് പോകാൻ പറയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നിപ്പോയി ആ പെണ്ണിനിക്ക്. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ആ സമയത്താണ് മലക്കുൽ അംലാക് സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് ചോദിക്കുന്നു, അല്ല മൂസാ നബിയെ, നിങ്ങൾ എന്തിനാണ് ആ സ്ത്രീയോട് പോകാൻ വേണ്ടി പറഞ്ഞത്? മൂസാ നബി അലൈഹി സ്വലാം പറയുന്നു, ജിബ്രീലെ, എനിക്ക് ആ പെണ്ണ് പറഞ്ഞ തെറ്റ് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല.
ആ പെണ്ണ് വ്യഭിചരിച്ചു, ഒരു കുഞ്ഞിനിക്ക് ജന്മം നൽകി, ആ കുഞ്ഞിനെ കൊന്നു. വലിയ തെറ്റല്ല. ഇതിനേക്കാളും വലിയ തെറ്റെന്താണ്? ആ തെറ്റ് ചെയ്തപ്പോൾ ആ പെണ്ണിനെ പിന്നെ ഇവിടെ നിർത്തിയാൽ അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങിയാലോ? അത് ഞാൻ ഭയപ്പെട്ടു പോയി. ജിബ്രീൽ സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണല്ല മൂസാ നബിയെ, ആ പെണ്ണ് ചെയ്ത തെറ്റിനേക്കാളും വലിയ തെറ്റില്ലേ? മൂസാ നബി ചോദിക്കുകയാണ്, ഏത് തെറ്റാണ് അതിനേക്കാളും വലിയ തെറ്റുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, അതേ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്, നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത്, അത് വലിയ തെറ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ. പലപ്പോഴും കള്ളുകുടിയും വ്യഭിചാരവും മറ്റുള്ള അതുപോലത്തെ പലതും വളരെ തെറ്റുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന നാം നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് അത്ര തെറ്റുള്ളതായി നാം പലപ്പോഴും അതിനെ കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. നിസ്കാരം ഖളാക്കുക എന്നുള്ളത് അത് വലിയ തെറ്റാണ്, വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു തെറ്റാണ്. അത് നാം നിസ്സാരമാക്കുകയാണ്. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ അത് വലിയ വിഷയമൊന്നുമല്ല. അതേ സമയത്ത് ളുഹർ നിസ്കാരമില്ലാതെ, മഗ്‌രിബ് നിസ്കാരം ഇല്ലാതെ, അസ്ർ, സുബഹി മറ്റുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കാതെ ദിവസത്തിൽ ഫർളാക്കപ്പെട്ട 5 നേരത്തെ നിസ്കാരം ഇതൊന്നും നിസ്കരിക്കാതെ അങ്ങ് നടന്നാൽ നമുക്കതൊരു വിഷയമല്ല. ഒരു ഉമ്മ അല്ല ഒരു ഉപ്പ തൻ്റെ മകൻ ഒരു കള്ളു കുടിച്ചു പോയാൽ അത് വലിയ ഗൗരവത്തിൽ കാണുന്നുണ്ട്. കള്ളു കുടിച്ചല്ലോ എൻ്റെ മോന്, ഉപ്പാക്ക് വല്ലാത്ത ടെൻഷൻ, എൻ്റെ മകൻ ഒരു കള്ളുകുടിയനായിപ്പോയല്ലോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഇന്നാലിന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു കള്ളുകുടിയനായിപ്പോയല്ലോ എന്ന വല്ലാത്തൊരു ടെൻഷൻ ഉപ്പാക്കുണ്ട്, കുടുംബക്കാർക്ക് എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഒരു മകൻ നിസ്കരിക്കാതിരിക്കുമ്പോൾ എൻ്റെ മകൻ നിസ്കരിക്കാറില്ലല്ലോ, സുബഹി നിസ്കാരത്തിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം നിസ്കരിക്കുന്നത് കാണുന്നില്ലല്ലോ, അദ്ദേഹം മറ്റുള്ള നിസ്കാരങ്ങൾ ഒഴിവാക്കുന്നവനാണല്ലോ, ഇതിൻ്റെ പേരിൽ ഉപ്പമാർക്ക് ടെൻഷനുണ്ടോ? ഉമ്മമാർക്ക് ടെൻഷനുണ്ടോ? ഇല്ല, പലപ്പോഴും ഇല്ല. ചില ഉമ്മമാര് ചില ഉപ്പമാര് അതൊക്കെ വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. എന്നാൽ കൂടുതൽ ആളുകളും ഇത് അവൻ നിസ്കരിച്ചില്ല, രാത്രി കിടക്കുമ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട്, അതുകൊണ്ട് ക്ഷീണമുണ്ടാകും, അതുകൊണ്ട് അവനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിസ്സാരമായ രോഗങ്ങൾ, അല്ലെങ്കിൽ ദുന്യവിയായ പല ജോലികളും പല പരിപാടികളും കാരണം തിരക്ക് കൊണ്ട് അവനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. ഈ നിലയ്ക്ക് നിസ്കരിച്ചില്ലെങ്കിൽ അത് പിന്നീട് നിസ്കരിക്കുക, അല്ലെങ്കിൽ സുബഹി നിസ്കാരം അത് ഇശാന്റെ സമയത്ത് നിസ്കരിക്കുക, ളുഹർ അത് അസുറിന്റെ സമയത്ത് നിസ്കരിക്കുക. ഇങ്ങനെ നിസ്കാരത്തിന്റെ ഒരു കൃത്യതയില്ലാതെ, നിസ്കാരത്തിന് കൃത്യമായി നിസ്കരിക്കണമെന്നുള്ള ഒരു ബോധമില്ലാതെ പലപ്പോഴും അതിനെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിൽ വളരെ അപകടകരമാണ്. തീർച്ചയായും നാം ചിന്തിക്കണം, നിസ്കാരം ഖളാക്കിയിട്ട് ഒരു പരിപാടിയുമില്ല, നിസ്കാരം ഖളാക്കിയിട്ട് ഒരു കാര്യവുമില്ല, ഒരു ജോലിയുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നിസ്കാരം ഖളാക്കിയിട്ടുള്ളൊരു വിഷയം നാം അതിൽ നിസ്സാരമായി കാണാനേ പാടില്ല. നാം സ്വന്തമായി നിസ്കരിക്കണം, നമ്മുടെ കുടുംബക്കാരെ നിസ്കരിക്കണം, വിശിഷ്യ നമ്മുടെ മക്കളെയൊക്കെ നിസ്കാരത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ പരിശീലിപ്പിക്കണം. അങ്ങനെ നിസ്കരിക്കുന്നൊരു കുടുംബമായി മാറണം, നിസ്കരിക്കുന്നൊരു വീട്ടുകാരായി നാം മാറണം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരല്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, എത്ര വലിയ തിരക്കുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിസ്കാരം കഴിഞ്ഞോട്ടെ, നിസ്കാരത്തിന് ശേഷമാവട്ടെ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ അതിനെ വേണ്ട രൂപത്തിൽ അതിനെ ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ട് നിസ്കാരം ഖളാക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറണം, നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരം കഴിച്ചിട്ടാവട്ടെ മറ്റുള്ള ഏത് പരിപാടികളും. അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ മറ്റോ ആരെങ്കിലും നിസ്കാരം ഖളാക്കുന്നവരുണ്ടെങ്കിൽ അവരെയും കൂടി ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വളരെ ബഹുമാനത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് മരണം വരെ നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.